അത് വഹാബിസമാണെന്നും അത് ബിദ്അത്താണെന്നും ബിദ്അത്തുകാരോട് സ്വീകരിക്കേണ്ട നയസമീപനമാണ് വഹാബികളോട് സ്വീകരിക്കേണ്ടത് എന്നുമാണ് അവർ പ്രഖ്യാപിച്ചത്. ബിദ്അത്തുകാരോട് സ്വീകരിക്കേണ്ട നയം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച നയാണ്. അതെന്താണ്? മുസ്ലിങ്ങൾ പരസ്പരം മുസ്ലിം എന്ന പേരിൽ കാണിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളില്ലേ, കണ്ടാ സലാം പറയാ, അതുപോലെ തന്നെ ക്ഷണിച്ചാ ക്ഷണം സ്വീകരിക്കുക, രോഗായ കാണാൻ പോവുക, മരിച്ച മയ്യത്ത് നിസ്കരിക്കുക, മയ്യത്തിന്റെ കൂടെ പോവുക, പരസ്പര വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊന്നും ആരോട് പാടില്ല? ബിദ്അത്തുകാരോട് പാടില്ല. സുന്നിയും മുബത്തദിയും കുഹൂക്കൂല എന്നത് എല്ലാ ഇമ്മത്തും പഠിപ്പിച്ച, നബിതങ്ങൾ പഠിപ്പിച്ച ആദർശമാണ്. ഈ ആദർശം നടപ്പിലാക്കിയതോടെ ബിദ്അത്തുകാർ നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തപ്പെട്ടു. ആരും അവരെ മൈൻഡ് ചെയ്യാതായി. അവസാനം വിധേയ നേതാക്കന്മാർ ചിന്തിച്ചു, നമ്മളെ ഇങ്ങനെ പോയാൽ നമ്മളെ പ്രസ്ഥാനത്തിന് പിടിച്ചെടുക്കാൻ കഴിയില്ല, എങ്ങനെങ്കിലും ഒരു പൊതുവേദി ഉണ്ടാക്കി അതിലൂടെ ഈ ബഹിഷ്കരിക്കപ്പെട്ട നേതാക്കന്മാരെ ജനകീയവൽക്കരിക്കണം എന്നവര് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സമസ്ത ഓരോ കൊല്ലവും സമ്മേളനം നടത്തും. ആ സമ്മേളനത്തിലൊക്കെ ബിദ്അത്തിനെ കുറിച്ച് താക്കീത് ചെയ്യും. അങ്ങനെ ജനങ്ങൾ പൂർണ്ണമായി ഇവരെ മാറ്റി നിർത്തി. ഇവർക്ക് വളരാൻ കഴിഞ്ഞില്ല. ചരിത്രം പരിശോധിച്ചാൽ 22 മുതൽ 48, 50 കൊല്ലക്കാലം വരെ വഹാബിസത്തിന്റെ വളർച്ച വട്ടപ്പൂജ ആണെന്ന് പറയാം. അവർ തമ്മിൽ